മോളുടെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ. ആ, ദിവ്യയുടെ അഭിമന്യുവിന്റെ ഇഷ്ടങ്ങളാണല്ലോ പ്രധാനം. എന്തു പറയുന്നു മോളെ? അമ്മേ, എനിക്ക് അഭിമന്യുവിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്നാ പിന്നെ കുട്ടികൾ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതിനെന്താ, അവരല്ലേ സംസാരിക്കേണ്ടത്. ചെല്ലു മോനെ. ചെല്ലേട്ടാ. വരൂ, നമുക്ക് പുറത്തേക്ക് വെക്കാം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച ചിങ്ങം കഴിയുന്നതിന് മുമ്പേ നമുക്കിതങ്ങ് നടത്താം. ദേ, പെണ്ണും ചെറുക്കനും തമ്മിൽ പരസ്പരം ധാരണയായ അടുത്ത മുഹൂർത്തത്തിൽ നടത്താനും ഞങ്ങൾ തയ്യാറാ. എനിക്ക് ഒറ്റ മോളല്ലേ, അവളെ കെട്ടിക്കാനുള്ള ക്യാഷൊക്കെ പണ്ടേ ഞങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതല്ലേ ഇവൾക്കുള്ളതല്ലേ. ഞങ്ങൾ അത്രയ്ക്ക് പണക്കാരൊന്നും അല്ലെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പ വേണമെങ്കിലും കല്യാണം നടത്താം. ആദ്യം അവര് തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. അഭിമന്യുവിന് വയ്യായ്ക എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ലില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ അഭിമന്യുവിനെ കണ്ടപ്പോ മുതൽ ശ്രദ്ധിക്ക്, എന്തോ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്തു. അങ്ങനൊന്നുമില്ല. ചിലർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ലൈക്ക് കല്യാണം, പെണ്ണ് കാണൽ ചടങ്ങ്, അതുപോലൊരു സദസ്സിനെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോ ഒരുതരം നെർവസ്നെസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോ അതായിരിക്കും. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. പണ്ടേ എന്റെ പ്രകൃതം അങ്ങനെ തന്നെയാ. ഓവർ സ്മാർട്ടാണ് ഞാനെന്ന് പറയുന്നവരും ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റേതായ ഒരു രീതിയൊക്കെ ഉണ്ട്. അല്ല, അഭിമന്യു ഒന്നും പറയുന്നില്ല, എന്തു പറ്റി? താനിങ്ങനെ സംസാരിക്കല്ലേ, ഞാനത് കേട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് പോസിറ്റീവായോ നെഗറ്റീവായോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി. അതെന്താ? അല്ല, ദിവ്യപ്രഭ തന്നെയല്ലേ തൊട്ടു മുമ്പേ പറഞ്ഞത്, തനിക്ക് എല്ലാ കാര്യത്തിലും തൻ്റെതായ ചില രീതികളുണ്ടെന്ന്. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണെന്ന്. ഓ, there you are. നമ്മൾ തമ്മിൽ ഉറപ്പായും കല്യാണം കഴിക്കാം. അഭിമന്യു ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ലിബറൽ മെന്റാലിറ്റി, പിന്നെ ഈ സ്വാതന്ത്ര്യം, പിന്നെ മറ്റുള്ളവരുടെ രീതിക്കനുസരിച്ചുള്ള പെരുമാറ്റം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഒരു ഭാര്യ എന്ന നിലയിൽ അഭിമന്യുവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോടായാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു പരിധി കഴിഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഒരു ഭാര്യ എന്ന നിലയിൽ ചില അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ അഭിമന്യുവിനോട് എടുത്തു പോവും. അതൊരു നല്ല രീതിയല്ലല്ലോ. അതെന്താ? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ അതിന്റെ ഒരു മര്യാദ. അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്റേതൊരു പ്രത്യേകതര സ്വഭാവ. ഒരുപക്ഷെ ഒറ്റമോളായിട്ട് വളർന്നതിന്റെ പ്രശ്നമാവും. ഇപ്പോ ഞാനിങ്ങനെ എന്നെ കുറിച്ച് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇത് നമ്മുടെ ജീവിതത്തില് കല്ലുകടിയാവും. ആദ്യമേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാ അത്ര എളുപ്പമാവില്ലേ? എന്നുവെച്ച് ഞാൻ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നക്കാരിയാണെന്ന് വിചാരിക്കണ്ട. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ ഞാനും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും, അതുറപ്പ്. ഫാമിലി ലൈഫിൽ ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എക്സാക്ട്ലി. ഞാൻ എന്റെ ഭാഗത്തു നിന്നും പരമാവധി ശ്രമിക്കാം. പക്ഷേ അഭിമന്യു ഇത്തിരി കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. എനിവേ, എനിക്ക് അഭിമന്യുവിനെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അഭിമന്യുവിന് എന്നെയോ? തീരെ സഹിച്ച് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ അധികം നേരം നിൽക്കില്ല. ഗ്രേറ്റ്.
അപ്പോ ഇത്രയും സമയം എന്റെ കൂടെ ചെലവിട്ടത് എന്നോടുള്ള ഇഷ്ടമായി കണക്കാക്കുന്നു ഞാൻ.